നമ്മുടെ ആട്, അതുപോലെ സി.ഐ.ഡി മൂസ അല്ലെങ്കിൽ പഴയ ചില പ്രിയദർശൻ സിനിമകളുടെയൊക്കെ ഒരു റെഫറൻസ് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ ആ സിനിമകളുടെ ഏഴയലത്ത് പോലും ഈ സിനിമ വന്നിട്ടില്ല. അതാണ് സത്യം. പഴയ പ്രിയദർശൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? എല്ലാവരെയും അവിടുന്ന് ഇവിടുന്നൊക്കെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്നിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ചെയ്യും അവസാനം ക്ലൈമാക്സിൽ. ആ ഒരു സെയിം പരിപാടി തന്നെയാണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഷറഫുദ്ദീൻ, വിജയരാഘവൻ, അതുപോലെ വിനായകൻ, അനുപമ പരമേശ്വരൻ, അങ്ങനെ കുറെ ആൾക്കാർ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ ഒരു കോമഡി ത്രില്ലർ ജേണറിലാണ് ഇറക്കിയെങ്കിലും വലിയൊരു കോമഡി ഒന്നും എനിക്ക് തോന്നിയില്ല. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ചിരിക്കാണ്ടെങ്കിലും കുറെയൊക്കെ ചളിയും വെറുപ്പിക്കലൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ അവസാനത്തെ ഒരു 10 മിനിറ്റ് ക്ലൈമാക്സ് ഒക്കെ വണ്ടർലയിൽ എത്തുന്നുണ്ട് എല്ലാവരും കൂടി. അവിടെ എത്തിയിട്ട് പിന്നെ കുറെ കോമഡിക്ക് വേണ്ടി കോമഡി കുത്തിക്കയറ്റി കുറെ ചളിയും. സിനിമയുടെ ഒരു പോസിറ്റീവായി തോന്നിയത് ഒരു കളർഫുൾ ആണ് സിനിമ. അതുപോലെ ഷറഫുദ്ദീന്റെ കുറച്ച് ഫൺ ആയിട്ടുള്ള മാനറിസംസ്, അതുപോലെ പുള്ളിയുടെ ആക്ഷൻസ് ഒക്കെ അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു ബിലോ ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ തന്നെ ഒരു തിയേറ്ററിക്കൽ വാച്ചിനുള്ള സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. അതൊക്കെ OTT-ലൊക്കെ വന്ന് കാണേണ്ട ഒരു സിനിമയായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. എനിവേ നിങ്ങളും കണ്ടു നോക്ക്. ഓക്കെ.